ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 1 മലയാളത്തിലെ രണ്ടാമത്തെ പാഠമാണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാഠത്തിൻ്റെ പേര് വരുന്നത് പൂവ് ചിരിച്ചു എന്നാണ്. അപ്പോൾ മഴ മാറി, കുരുവി കുരുവി ഇതിലേ വാ. അപ്പോൾ എന്താണ്, നമ്മളൊരു ചിത്രത്തിൽ ഒരു കുരുവീനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുരുവി കുരുവി ഇതിലേ വാ എന്ന് പറയുന്നുണ്ട്. പറന്നു വന്നു കുരുവി, പാറി വന്നു, തേൻ കുടിച്ചു കുരുവി, തേൻ കുടിച്ചു. ഡാഷ് ഇട്ട് കൊടുത്ത് എന്താ വരിക? തേൻ കുടിച്ചു. ചിരിച്ചു നിന്നു പൂവ് തിന്നു, കുരുവി തിന്നു. ആരാണ് പൂവ് തിന്നുന്നത്? കുരുവി. പിന്നെ അവിടെ ഡാഷാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 2 ഡാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ലൈൻ അനുസരിച്ചിട്ട് അത് ഫില്ല് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അതാ ഡാഷ് ആ പൂവിലെ തേൻ നുകരുന്നു, ഞാൻ ചെന്നാലോ. അപ്പോൾ ആരാണ് തേൻ നുകരുന്നത്? അപ്പം നമുക്കവിടെ ചിത്രങ്ങളെല്ലാം പറയുന്നുണ്ട് അല്ലേ. ആ ചിത്രത്തിൽ നോക്കുക, ആരാണ്? അതാ കുരുവി ആ പൂവിൽ തേൻ നുകരുന്നു, ഞാൻ ചെന്നാലോ എന്ന് നമ്മളെ താറാവ് ചിന്തിക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ആ ഒരു ചിത്രം അനുസരിച്ചാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പൂവ് ചിരിച്ചു, മഴ മാറി, കുരുവി കുരുവി ഇതിലേവാ, പറന്നു വന്നു കുരുവി, പാറി വന്നു, തേൻ കുടിച്ചു കുരുവി, തേൻ കുടിച്ചു. ചിരിച്ചു നിന്നു പൂവ് തേൻ തിന്നു. ഓക്കെ, പൂവ് കുരുവി തിന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും എക്സ്ട്രാ 2 ലൈന് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിറം കൊടുക്കാമോ എന്നാണ് അടുത്തത് ചോദിച്ചിട്ടുള്ളത്. കാക്കപ്പൂവിന് കാക്ക നിറമാണോ? കാക്കപ്പൂവിന് ഡാഷ് നിറമാണോ? എന്താ ഡാഷിൻ്റെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക? കാക്ക എന്നാണ് നിറം. അപ്പം നിങ്ങൾക്ക് എന്താണ് നല്ല കളറല്ലേ? നമുക്കറിയാം അവിടെ കൊടുത്തിട്ടുള്ള പൂവിനൊക്കെ നല്ല നിറം തന്നെ നിങ്ങൾ കൊടുക്കുക. പാരൻസിൻ്റെ അടുത്തൊക്കെ പറയാനുള്ളത് ഇത് കുട്ടികളെ കൊണ്ട് തന്നെ കൊടുത്ത് ശീലിപ്പിക്കുക. നമുക്കെല്ലാവർക്കും കളർ ചെയ്യാൻ അറിയാലോ, അപ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കുക. ആൻസേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. ബാക്കി എഴുതിപ്പിക്കലും വരപ്പിക്കുന്നതും കളർ ചെയ്യുന്നതും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ശേഷം ചെയ്തു കൊടുക്കുക. ഇതൊക്കെ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല പാരൻസും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർ ലേൺ ചെയ്യില്ല. അതുകൊണ്ടാണ് എപ്പോഴും അവരെ കൊണ്ട് തന്നെ ട്രൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ തേൻ കുടിക്കാൻ നീ വരുന്നോ എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നല്ല ഭംഗിയായിട്ട് കൂട്ടുകാർ കളർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ വായിക്കാൻ പഠിക്കുക, അതുപോലെ കളർ ചെയ്യാൻ പഠിക്കുക, അതുപോലെ ചിത്രം നോക്കിയിട്ടൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് എഴുതിക്കാൻ നോക്കുക. അപ്പം നമുക്ക് ഇവിടെ ആരാണ് തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? കുരുവിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമ്മൾക്ക് വേണം അത് വായിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അർത്ഥം മനസ്സിലാവാത്തുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യിക്കുക കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പാഠമാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ച് വെക്കാൻ വേണ്ടി പറ്റും. എല്ലാ കൂട്ടുകാരും വായിക്കാൻ പഠിക്കുക, കളർ ചെയ്യാൻ പഠിക്കുക. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ രണ്ടാമത്തെ പാഠത്തിൽ പറയുന്നുള്ളൂ. ഓക്കെ, ടാറ്റാ.